പ്രിയപ്പെട്ടവരെ, തൃശൂർ പുള്ളിൽ കലുങ്ക് സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച കൊച്ചുവേലായുധന് CPM നേതൃത്വത്തിൽ വീടൊരുങ്ങും. ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ വീട്ടിലെത്തി ഉറപ്പു നൽകി. സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ പോയത് ഏറെ വിഷമമുണ്ടാക്കി എന്നായിരുന്നു പുള്ളു സ്വദേശിയായ വേലായുധന്റെയും കുടുംബത്തിന്റെയും പ്രതികരണം. കേൾക്കാം. ഇത് കൊണ്ട് മകള് തന്നിട്ട് ഇത് കൊണ്ടുകൊടുക്കാൻ പോയി. അപ്പോൾ അവിടെ ആൽത്തർമ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഞങ്ങളിരുന്നു. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊടുത്തത് ഇത് എൻ്റെ പണിയല്ല, ഇത് പഞ്ചായത്ത് എൻ്റെ കാര്യമെന്ന് പറഞ്ഞു. ഇത് മേടിച്ചില്ല എൻ്റെ അപ്പോൾ ഞാൻ പിന്നെ കൊടുക്കാൻ നിർബന്ധിക്കാൻ പോയി. അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളും ഇത് കൊടുക്കുന്നുണ്ട്, അവനും കൊടുത്തില്ല. അപേക്ഷ കൊണ്ട് ചെന്നപ്പോൾ സുരേഷ് ഗോപി സാറ് പറഞ്ഞത് ഇതെൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആളൊരു പ്രായമുള്ള ഒരാളല്ലേ, നമ്മളൊരു അപേക്ഷ കൊണ്ട് കൊടുക്കുമ്പോൾ അത് എന്തായാലും അത് മേടിച്ച് വെക്കേണ്ടതായിരുന്നു ആൾക്ക്. അതൊന്നും ചെയ്തില്ല, അത് തിരിച്ച് മടക്കി കൊടുത്തയച്ചു. അതൊക്കെ ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. സുരേഷ് ഗോപി വരുന്നുണ്ട്, നിങ്ങളൊരു അപേക്ഷ വെച്ച് കൊടുക്കുക, സുരേഷ് ഗോപി ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അപേക്ഷ വെച്ച് കൊടുത്തത്. അതേസമയം പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ ആർക്കും നൽകാറില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. ജെയ്സൺ ചമ്മോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് ഈവനിങ്. ജെയ്സൺ, പുള്ളിൽ കലുങ്ക് സംവാദത്തിൽ എന്തായാലും സുരേഷ് ഗോപി ആ നിവേദനം സുരേഷ് ഗോപിക്ക് കൊടുത്ത നിവേദനം സുരേഷ് ഗോപി തിരിച്ചു കൊടുത്തതോടെ വേലായുധന് സങ്കടം വന്നെങ്കിലും ഇപ്പോൾ ഒരു വീട് കിട്ടുകയാണ്. ഗത്യന്തരമില്ലാതെ സുരേഷ് ഗോപി ഒരു മറുപടി കുറിപ്പുമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായി. CPM-നാണെങ്കിൽ വീണ് കിട്ടിയ ഒരു ആയുധവുമായി, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായ പ്രവൃത്തി പെരുമാറ്റം ഒട്ടും ഉചിതമായില്ല എന്ന പൊതുവികാരം ഉയർന്നു. ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ഒരു അപേക്ഷയുമായി വരുമ്പോൾ അപേക്ഷ വാങ്ങി വായിച്ചു നോക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അദ്ദേഹം കാണിച്ചില്ല എന്നതാണ് പൊതുവായി ഉയർന്ന വിമർശനം. അതിനോട് അദ്ദേഹം ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട്. തനിക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വ്യാജ വാഗ്ദാനം നൽകി അത്തരമൊരു ഉറപ്പ് നൽകാൻ തനിക്കാവില്ല എന്നാണ് അദ്ദേഹം FB-യിലൂടെ അന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സ്വാഭാവികമായി ഒരു പൊതുപ്രവർത്തകരായാലും ജനപ്രതിനിധികളായാലും നിരവധി ആവശ്യങ്ങളുമായി സാധാരണ ആളുകൾ വരും. അവരോട് മാന്യമായി അവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരോട് ഇടപെടാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്ന വിമർശനം ശക്തമായിട്ടുണ്ട്. ഒരു ഡിപ്ലോമസി ആ കാര്യത്തിൽ കാണിച്ചില്ല എന്ന് ഒരു പക്ഷം പറയുന്നു. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇത്തരത്തിൽ വ്യാജമായ ഡിപ്ലോമസി കാണിച്ച് ആളുകളെ പറ്റിക്കാൻ താങ്കൾ തയ്യാറല്ല എന്ന് സുരേഷ് ഗോപി അനുകൂലിക്കുന്നവർ പറയുമ്പോൾ പക്ഷേ ഏതൊരു അപേക്ഷയും വരുമ്പോൾ വാങ്ങിക്കണമെന്ന ഒരു വശം കൂടിയുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ പൊതുവായിട്ടുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ പൊതുവിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അരുൺകുമാർ, താങ്ക് യു. ജെയ്സൺ ചമ്മോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.